ഷഷ്ഠസ്കന്ധം 13-ാമത്തെ അധ്യായം ആണ് പ്രഭാഷണം. നമ്മളുടെ ഈ ഭാഗവത കുടുംബത്തിൽ കുറച്ചു കാലമായിട്ട് ഉപാസനകളിലും എല്ലാ സത്സംഗങ്ങളിലും പറ്റുന്നത് പോലെ തൻ്റെ ജോലി തിരക്കൊക്കെ മാറ്റിവെച്ചിട്ടാണെങ്കിൽ പോലും ഈ ഭാഗവത കുടുംബത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീവിദ്യ. ആസ്ട്രോളജറാണ്. ശ്രീവിദ്യയാണ് നമുക്ക് ഇനി ഷഷ്ഠം 13-ലെ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധദിനത്തോടുകൂടി വാർഷികമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നതായിട്ടുള്ള യജ്ഞത്തിൽ 4-ാം ദിവസത്തെ 2-ാമത്തെ പ്രഭാഷണത്തിനായിട്ട് സാദരം സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓം ശ്രീ കൃഷ്ണായ നമ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം ദഹാസം വാതാലയേശമനിശം പ്രതിഭാവയാമി. ഭുങ്ക്തേ ഗുണം ഷോഡശ ഷോഡശാത്മക സോലം വിശിഷ്ട ഭഗവാൻ വചാംസി മേ. നമസ്കാരം. ഭഗവത്പാദങ്ങളിൽ നമസ്കാരം. പ്രിയപ്പെട്ട മനുഷ്യരുമേരിക്കും ഭാഗവത കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് എനിക്ക് പറയാൻ കിട്ടിയ വിഷയം ഷഷ്ഠസ്കന്ധം 13-ാം അധ്യായം. അതിന് വൃത്രവധത്തിന് ശേഷം ഇന്ദ്രനെ ബ്രഹ്മഹത്യ പാപം ബാധിച്ച സമയത്ത് ഇന്ദ്രൻ ജലത്തിൽ അഭയം തേടുകയും അവിടുന്ന് ഭഗവാൻ രക്ഷിക്കുന്നതായിട്ടുള്ള കഥയാണ്. അപ്പോ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഇതിന്റെ മാഹാത്മ്യം, ഈ കഥ കേൾക്കുമ്പോഴുള്ള ഗുണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഉൽപ്പത്തി മുതൽ ഇവിടെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നു. പ്രഭാഷണത്തില് സുധാജി ഈ ഭാഗങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഭാഗമായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചെറുതായിട്ട് ഇവിടെ ആവർത്തിക്കുകയാണ്. ദേവന്മാരുടെ ആചാര്യനായ വിശ്വരൂപൻ യജ്ഞത്തിൽ രഹസ്യമായി നടത്തുന്ന അസുരപ്രീണനം അറിഞ്ഞ ഇന്ദ്രൻ വിശ്വരൂപന്റെ ശിരസുകൾ അരിഞ്ഞിട്ടു. വിശ്വരൂപന് 3 ശിരസുകളായിരുന്നു. ഇന്ദ്രനാൽ അരിഞ്ഞിട്ട ആ സമയത്ത് 3 ശിരസുകളും 3 പക്ഷികളായി മാറി. ഗുരുവധം എന്ന പാപം ബ്രഹ്മഹത്യയാണ്. ഈ പാപം ഒരു മത്സരം കൈകളിലേന്തിയാണ് ഇന്ദ്രൻ കഴിഞ്ഞുകൂടിയത്. പിന്നീട് ആ പാപത്തെ 4ആയി പകുത്ത് ഭൂമി, ജലം, സ്ത്രീകൾ, വൃക്ഷങ്ങൾ ഇവർക്ക് ഈ സ്ഥാനങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ അതിൽ നിന്ന് മോചിതനായത്. വിശ്വരൂപനെ ഇന്ദ്രൻ വധിച്ചതറിഞ്ഞ് വിശ്വരൂപന്റെ പിതാവായ തൊട്ടാവ് ഇന്ദ്രനെ വധിക്കാൻ തക്ക ശക്തനായിട്ടുള്ള ഒരു സത്വത്തെ രൂപപ്പെടുത്തണമുള്ള ഒരു ചിന്തയാൽ ഒരു യത്നം നടത്തുകയും ആ യത്നത്തിൽ ഒരു ഭീകര സത്വം ഉടലെടുക്കുകയും ചെയ്തു. അതിന് വൃത്രൻ എന്ന പേരും ഭവിച്ചു. വൃത്രന്റെ പരാക്രമം കൊണ്ട് ദേവന്മാരും എല്ലാവരും വളരെയധികം വിഷമത്തിലായി. അങ്ങനെ അവർ ഇന്ദ്രനെ സമീപിച്ച് വൃത്രനെ വധിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഇന്ദ്രൻ വൃത്രനുമായി ഏറ്റുമുട്ടുകയും ഘോരയുദ്ധത്തിന്റെ അവസാനമാകുമ്പോൾ അഥർവണ വേദജ്ഞനായ ദധീചി മുനിയുടെ ശരീരാസ്ഥി കൊണ്ട് വിശ്വകർമാവ് നിർമ്മിച്ച വജ്രായുധം പ്രയോഗിച്ച് അങ്ങനെ ഇന്ദ്രൻ വൃത്രന്റെ ശിരസ് ഛേദിച്ചു വീഴ്ത്തുകയും ചെയ്തു. ഇന്ദ്രനാൽ വധിക്കപ്പെട്ട വൃത്രന്റെ ശരീരത്തിൽ നിന്നും തേജോമയമായിട്ടുള്ള ആത്മാവ് സ്വർഗാദി ലോകവാസികളെല്ലാം കണ്ടിരിക്കെ ലോകാതീതനായി ഭഗവാൻ ലയിച്ചു.
ഇങ്ങനെ 13-ാം അധ്യായത്തില് ശ്രീശുഖമുനി രാജാവിനോട് പറഞ്ഞു, വൃത്രൻ കൊല്ലപ്പെട്ടപ്പോൾ ഇന്ദ്രൻ ഒഴികെയുള്ള ലോകത്തിലെ വാസികളും ലോകനാഥന്മാരും ആശ്വാസം കൊള്ളുകയായിരുന്നു. ദേവന്മാരും ഋഷികളും പിതൃക്കളും ഭൂതങ്ങളും അസുരന്മാരും ഗന്ധർവാദികളും ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ ഇവരെല്ലാവരും അവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങി. ഇത് കേട്ട രാജാവ് ചോദിച്ചു, അതെന്താ എല്ലാവർക്കും ആശ്വാസം കിട്ടിയിട്ടും ഇന്ദ്രൻ ആശ്വാസം ലഭിക്കാത്തതിന്റെ കാരണം? വൃത്രന്റെ പരാക്രമം കൊണ്ട് ദുഃഖിതരായ ദേവന്മാരും മഹർഷിമാരും ഇന്ദ്രനോട് വൃത്രനെ വധിക്കാൻ പറയുകയുണ്ടായി. എന്നാൽ ബ്രാഹ്മണവധം നിഷിദ്ധമാകിയാൽ ഇന്ദ്രൻ അതിന് തയ്യാറായില്ല. ഇന്ദ്രൻ പറഞ്ഞു, അത് ഈ അധ്യായത്തിലെ 13-ാം ശ്ലോകത്തിൽ പറയുന്നു, സ്ത്രീ ഭൂജലദ്രുമേരേനോ വിശ്വരൂപവതോദ്ഭവം വിശ്വരൂപ വധം നിമിത്തം എന്നെ ബാധിച്ച പാപത്തെ ഞാൻ സ്ത്രീകൾ, ഭൂമി, ജലം, വൃക്ഷങ്ങൾ ഇവരിൽ 4ആയിട്ട് പകുത്ത് നൽകിയിട്ടാണ് അനുഗ്രഹ ബുദ്ധിയോടുകൂടി അവർ ആവശ്യപ്പെട്ട വരങ്ങൾ ഇന്ദ്രൻ കൊടുത്തുകൊണ്ട് ആണ് ഈ ബ്രഹ്മഹത്യാ പാപം ഈ 4 വിഭാഗങ്ങളിലേക്ക് ഇന്ദ്രൻ സമർപ്പിച്ചത്. അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് മോചിതരായത്. ഇനി വധത്തിലൂടെ സംഭവിക്കുന്ന പാപം ഞാൻ എവിടെയാണ് കൊണ്ട് കളയേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ മഹർഷിമാർ പറഞ്ഞു, അങ്ങ് ഭയപ്പെടേണ്ട, ഫലം ഭവിക്കും. പാപം വൃത്തിക്കായി ഞങ്ങൾ അശ്വമേധ യാഗം നടത്തി അങ്ങേ യജിപ്പിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. 7-ാമത്തെ ശ്ലോകത്തിലെ മഹർഷിമാർ അശ്വമേധ യാഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഹയമേധേന പുരുഷം പരമാത്മാനം ഈശ്വരം ഇഷ്ട്വാ നാരായണം ദേവം മോക്ഷസ്യേവേ ജഗദ്വതാത്. സർവത്ര പരിപൂർണനും സർവ അന്തര്യാമിയും സർവസാക്ഷിയും സർവശക്തനുമായ പരമാത്മാവിനെ അശ്വമേധത്താൽ ആരാധിക്കുന്നത് കൊണ്ട് ലോകത്തെ മുഴുവൻ വധിച്ചാൽ ഉണ്ടാകുന്ന പാപത്തിൽ നിന്ന് പോലും അങ്ങ് മുക്തനാകുമെന്ന് പറയുന്നു. പിന്നീട് ഏതൊക്കെ തരത്തിലുള്ള പാപം ചെയ്തവർക്കാണ് ഇതിന്റെ ഫലമെന്ന് അശ്വമേധ യാഗം കൊണ്ട് ഗുണം കിട്ടുന്നതെന്ന് 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ബ്രഹ്മഃ പിതൃഃ ഗോപ്നോ മാതൃഹാചാര്യഃ ഭഗവാൻ സ്വാദഃ പുൽകസഗോ വാഗി ശുദ്ധേരൻ യസ്യ കീർത്തനാത്. ബ്രഹ്മഃ ബ്രാഹ്മണനെ വധിച്ചവൻ, പിതൃഃ പിതാവിനെ ഹനിച്ചവൻ, ഗോപ്നഃ പശുവിനെ കൊന്നവൻ, മാതൃഃ അമ്മയെ ഹിംസിച്ചവൻ, ആചാര്യഃ ഗുരുവിനെ സംഹരിച്ചവൻ, അഭവാൻ പാപമുള്ളവൻ, ശ്വാദഃ നായുടെ മാംസം തിന്നുന്നവൻ, പുൽകസഹ അഭി ചണ്ടാളൻ ഇവരും യസ്യ കീർത്തനാൽ ശുദ്ധേരൻ യാതൊരു ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കുന്നത് കൊണ്ട് ശുദ്ധിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് 9-ാമത്തെ ശ്ലോകത്തിൽ തമശ്വമേധേന മഹാമഖ്യേന ശ്രദ്ധാനിദോസ്മാഭിരനുഷ്ഠിതേന ഹത്വാനി സബ്രഹ്മചര്യാചരം ത്വം നലിപ്സ്യസേഖ്യം ഖലനിഗ്രഹേന. യാഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അശ്വമേധം. ഞങ്ങളാൽ അനുഷ്ഠിക്കപ്പെടുന്ന ഈ അശ്വമേധ മഹായാഗത്തിൽ മന്ത്രദോഷമോ കർമ്മവിഘ്നം മുതലേ യാതൊന്നും വരികയില്ല. അങ്ങ് ശ്രദ്ധാലുവായാൽ മാത്രം മതി. എന്നാൽ ബ്രാഹ്മണ സഹിതമായിരിക്കുന്ന സർവചരാചരങ്ങളെയും സംഹരിച്ചാലും പാപം അങ്ങയെ സ്പർശിക്കുകയില്ല. പിന്നെ ദുഷ്ടനായ വൃത്രന്റെ വധത്താൽ പാപം ഉണ്ടാകും ചോദിച്ചു. മഹർഷിമാർ ഇപ്രകാരം ഉറപ്പു പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ ശത്രുവായ വൃത്രനെ വധിച്ചു. അതോടെ ബ്രഹ്മഹത്യയെ പാപം അദ്ദേഹത്തെ ബാധിക്കുകയും ചെയ്തു. ദേവാദികളുടെ പ്രേരണ നിമിത്തം ഇന്ദ്രനെ വൃത്രനെ വധിക്കേണ്ടത് വന്നതിൽ ഒരു അതീവ ദുഃഖം തോന്നി. തുടർന്ന് ബ്രഹ്മഹത്യ ഇന്ദ്രനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ബ്രഹ്മഹത്യയുടെ സ്വരൂപമാവട്ടെ ചെറിയ ശരീരമാകെ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചണ്ടാല സ്ത്രീയുടെ രൂപമാണ്. ക്ഷയരോഗം ബാധിച്ചിട്ടുണ്ട്. ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ രക്തം പുരണ്ട് കിടക്കുകയാണ്. നരച്ചിരിക്കുന്ന തലമുടി അഴിഞ്ഞു കിടക്കുന്നുണ്ട്. ശരീരത്തിൽ നിന്ന്
വ്യാപിക്കുന്ന മത്സ്യഗന്ധമുള്ള വായു ആ വഴിയിലാകെ ദുർഗന്ധം പരത്തുകയാണ്. ഇപ്രകാരമുള്ള സ്ത്രീ രൂപത്തിലുള്ള ബ്രഹ്മഹത്യ നിൽക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ പുറകെ ഓടുകയാണ്. അത് ഇന്ദ്രൻ കണ്ടു. അങ്ങനെ ഇന്ദ്രൻ ബ്രഹ്മഹത്യയിൽ നിന്നും രക്ഷപ്പെടാനായി ആദ്യം ആകാശത്തിൽ പ്രവേശിച്ചു. ബ്രഹ്മഹത്യ അവിടെ എത്തി. പിന്നീട് നാനാ ഭാഗത്തും ഓടി ഒളിച്ചു. പക്ഷെ അവിടെയൊക്കെ ബ്രഹ്മഹത്യ ഇന്ദ്രനെ പിന്തുടരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇന്ദ്രൻ ഈശാനകോണിൽ പ്രവേശിച്ച് അവിടെയുള്ള മാനസ സരസിൽ മുങ്ങി. ബ്രഹ്മഹത്യയുടെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്തയാൽ 1000 വർഷക്കാലം ആ ജലാശയത്തിൽ കഴിയുകയാണ്. ഇന്ദ്രന്റെ ഭൃത്യനായിട്ടുള്ള അഗ്നിക്ക് ഇന്ദ്രനെ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ പോലും എത്തിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഇന്ദ്രൻ അവിടെ മാനസ സരസിലെ ഒരു താമര തണ്ടിനുള്ളിലെ നൂലുകൾക്കിടയിലാണ് കിടക്കുന്നത്. ഈ 1000 വർഷക്കാലം ഭക്ഷണം പോലും ഇല്ലാതെ അതിനകത്ത് കഴിഞ്ഞു പോവുകയായിരുന്നു. ഇന്ദ്രന്റെ അഭാവത്തിൽ ദേവലോകം ഭരിച്ചിരുന്നത് വിദ്യ, തപസ്, യോഗം, ബലം എന്നിവയൊക്കെ ഒത്തിണങ്ങിയ നൗഷൻ എന്ന രാജാവായിരുന്നു. നൗഷൻ ഇന്ദ്രപത്നിയായ സചിദേവിയോട് പറഞ്ഞു, ഇപ്പോൾ ഞാനാണ് ഇന്ദ്രൻ, അപ്പോൾ എന്നോടൊപ്പം വാഴണമെന്ന് പറഞ്ഞു. ഇത് കേട്ട സചിദേവി അതീവ ദുഃഖിതയായി. അവൾ ഇക്കാര്യം ബൃഹസ്പതിയെ അറിയിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഉപായപ്രകാരം മഹർഷിമാർ വഹിക്കുന്ന പല്ലക്കേറി അങ്ങ് വരികയാണെങ്കിൽ ഞാൻ അങ്ങയെ സ്വീകരിച്ചോളാം എന്ന് സചിദേവി പറഞ്ഞു. ഇത് പ്രകാരം നഹുഷൻ അഗസ്ത്യാദി മഹർഷികൾ വഹിക്കുന്ന പല്ലക്കിലേറി യാത്ര തുടർന്നു. പക്ഷെ മുനിമാരുടെ യാത്ര നടത്തം വളരെ സാവകാശമായിരുന്നു. അതുകൊണ്ട് വേഗം നടക്കുക എന്നുള്ള അർത്ഥത്തിൽ സർപ്പ എന്ന് നൗഷൻ പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് ചവിട്ടി. അത് കുപിതനായ അഗസ്ത്യ മഹർഷി സർപ്പോഭവ, സർപ്പമായി തീരട്ടെ എന്ന് ശാപം നൽകി. അതോടുകൂടി നൗഷൻ സർപ്പമായി മാറി, മലമ്പാമ്പായിട്ട് മാറി. അങ്ങനെ നൗഷൻ അവന്റെ ഈ ഒരു നാശാനന്തരം വീണ്ടും ഇന്ദ്രൻ സ്വർഗത്തെ പ്രാപിച്ചു. സത്യസങ്കല്പനായ ശ്രീഹരി തന്റെ സങ്കല്പത്താൽ ബ്രഹ്മഹത്യയുടെ ദോഷാംശത്തെ തടുത്തു. ഈശാനദിക്കിന്റെ അധിപനായ രുദ്രനും ബ്രഹ്മഹത്യയുടെ പ്രബലതയെ നശിപ്പിച്ചു. മാനസ സരസിലെ തടാകത്തിൽ വസിക്കുന്ന വിഷ്ണുപത്നിയായ ലക്ഷ്മി ദേവിയും ഇന്ദ്രനെ രക്ഷിച്ചു. അങ്ങനെ ബ്രഹ്മഹത്യക്ക് ഇന്ദ്രനെ ദ്രോഹിക്കാൻ ശക്തിയുണ്ടായില്ല. ഇന്ദ്രൻ വീണ്ടും സ്വർഗാധിപത്യം ഏറ്റെടുത്തു. മഹർഷിമാർ പറഞ്ഞതനുസരിച്ച് അശ്വമേധ യാഗം നടത്തുകയും ചെയ്തു. അതോടെ ബ്രഹ്മഹത്യ പാപം സൂര്യന് മുന്നിൽ മഞ്ഞ് എന്ന നിലയിൽ ഇല്ലാതായി. മരീചി മുതലായ മഹാബ്രാഹ്മണരാൽ വിധിപ്രകാരം നടത്തപ്പെട്ട അശ്വമേധയാഗത്താൽ യജ്ഞത്തെ സ്ഥാപിച്ചവനും മഹാപുരുഷനുമായ ഈശ്വരനെ ആരാധിച്ചത് കൊണ്ട് ഇന്ദ്രൻ പാപമോചിതനായും പൂജ്യനായും ഭവിച്ചു. തുടർന്ന് 22-23 ശ്ലോകങ്ങളായിട്ട് ഈ കഥയുടെ മാഹാത്മ്യം പറയുന്നു. ഇതം മഹാഖ്യാനമശേഷ കാർമ്മനാം പ്രക്ഷാളനം തീർത്ഥപദാനുകീർത്തനം ഭക്തൃശ്രയം ഭക്തജനാനുവർണ്ണനം മഹീന്ദ്രമോക്ഷം ജയം പഠേയുരാഖ്യാനമിദം സദാ ബുധാഃ ശൃണ്വന്തോ പർവണീന്ദ്രിയം ധന്യം യശസ്യം നിഖിലാഗമോചനം രിപുഞ്ജയം സുസ്ഥയനം തഥായുഷം. വളരെ ശ്രേഷ്ഠമായ ഈ കഥ വിദ്വാൻമാർ സദാ കീർത്തിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. നിത്യവും സാധിച്ചില്ലെങ്കിൽ വാവ്, ഏകാദശി തുടങ്ങിയ പുണ്യകാലങ്ങളിൽ ഈ കഥ ശ്രവിക്കുകയോ കീർത്തിക്കുകയോ ചെയ്യണമെന്ന് പറയപ്പെടുന്നു.
ഈ കഥ കേൾക്കുന്നവരുടെ സകല പാപങ്ങളെയും നശിപ്പിക്കുവാനുള്ള മാഹാത്മ്യം ഇതിലുണ്ട്. അതുകൊണ്ട് പാപമോചകമായ ഈ കഥ വിശ്വാസത്തോടും കൂടി ശ്രവണ കീർത്തനാദികൾ ചെയ്യുന്നവർക്ക് ധനാഭിവൃദ്ധി, സൽകീർത്തി, പാപനിവൃത്തി, ശത്രുജയം, ഇന്ദ്രിയ പാഠവും, പുത്ര പൗത്രാദി വർധനം, ദീർഘായുസ് മുതലായ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ച ഗുണപാഠം, ഒരു ഭീകര സത്വമായിട്ടും രജോ ഗുണം മറന്നവനായിട്ടും ഒരു സിദ്ധനെ പോലെ സർവാന്തര്യാമിയായ ഭഗവാനിൽ ലയിക്കുവാൻ വൃത്രന് സാധിച്ചു. ഇവിടെ രൂപത്തിനോ ഗുണത്തിനോ യാതൊരു പ്രാധാന്യവും ഇല്ലെന്നും കറയറ്റ ഭക്തിയുള്ളവന് ഭഗവാൻ ലയിക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കാം. എതിരാളിയോട് പോലും ഭഗവത് ഭക്തിയും ആത്മബോധവും വെച്ച് പെരുമാറിയാൽ അവരിലും പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വൃത്രൻ ഇന്ദ്രനോട് ഒരു ജ്ഞാനി എന്ന പോലെ പറഞ്ഞ വാക്കുകളോട് മനസ്സിലാക്കാം. പൂർവജന്മത്തിൽ ചിത്രകേതു എന്ന രാജാവായിരുന്നു വൃത്രാസുരൻ. പാർവതി ദേവിയുടെ ശാപത്താൽ ഈ ജന്മം അസുരജാതിയിൽ പിറന്നിട്ടും പൂർവജന്മത്തിലെ ജ്ഞാനം വൃത്രൻ പ്രകടമാക്കി. അതുപോലെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഭഗവത് ഇച്ഛയനുസരിച്ചും പൂർവ ജന്മാർജിത കർമ്മങ്ങൾക്കനുസരിച്ചും ഓരോ യോനിയിൽ പിറക്കുന്നു. മുജ്ജന്മ കർമ്മവാസനകൾ ഈ ജന്മത്തിൽ പ്രകടമാക്കുകയും ചെയ്യുന്നു. ഇന്ദ്രൻ വൃത്രന് നേർക്ക് വജ്രായുധം പ്രയോഗിച്ചപ്പോൾ അത് വൃത്രന്റെ ശിരസിന് ചുറ്റും 360 ദിവസത്തോളം കറങ്ങിയിട്ടാണ് ആ ശിരസ് ഛേദിച്ച് വീഴ്ത്തിയത്. ഇത് വൃത്രന്റെ പ്രാരബ്ധം അവസാനിക്കാൻ കാത്തു നിന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ. ജന്മം മുതൽ മരണം വരെയുള്ള എല്ലാം ഭഗവത് ഇച്ഛയ്ക്കനുസരിച്ച് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നും പ്രാരബ്ധ കർമ്മം അവസാനിച്ചാൽ മാത്രമേ ഏത് ജീവിയുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോവുകയുള്ളൂ എന്നും വൃത്രൻ എന്ന കഥാപാത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ജനന മരണാദികൾ ഉണ്ടാക്കുന്ന പൂർവജന്മ സുഹൃത ദുഷ്കൃതങ്ങൾക്ക് പ്രാകൃതം എന്ന് പറയുന്നു. ഈ സുഹൃത ദുഷ്കൃതങ്ങൾ ഈ ജന്മത്തിലെ സുഖദുഃഖങ്ങൾക്കും കാരണമാകുന്നു. പൂർവജന്മാർജിത കർമ്മ ശുഭം വായതി വാ ശുഭം തസ്യ ഭക്തിം ഗ്രഹാഹ സർവേ സൂചയന്തിഹ ജന്മ. ശുഭമോ അശുഭമോ ആയ യാതൊരു കർമ്മം പൂർവജന്മത്തിൽ നേടിയോ അതിന്റെ ഫലത്തെ എല്ലാ ഗ്രഹങ്ങളും ഈ ജന്മത്തിൽ സൂചിപ്പിക്കുന്നു. പൂർവജന്മാർഗമായ കർമ്മങ്ങൾക്കനുസരിച്ച് ജീവൻ ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ വന്ന് ഭഗവത് പ്രേരണയ്ക്കനുസരിച്ച് നവഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ശുഭവും അശുഭമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്ന് വീണ്ടും ശരീരം വിട്ടു പോകുന്നു. പുനരഭി ജനനം, പുനരഭി മരണം. ഈ അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ഭഗവാനെ ആശ്രയിക്കുക തന്നെ വേണം. ബ്രഹ്മഹത്യാ പാപം ഭയന്ന് വൃത്രവധത്തിന് തയ്യാറാവാതിരുന്ന ഇന്ദ്രനെ പാപ മോചനത്തിനായുള്ള പ്രായശ്ചിത്ത വിധികൾ പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ടാണ് ഇന്ദ്രൻ ആ ദൗത്യം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചിന്തയാൽ ഭയന്ന് കർമ്മങ്ങൾ ചെയ്യേണ്ടതിൽ നിന്ന് മാറി നിൽക്കേണ്ടതില്ലെന്നും മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി ചെയ്യേണ്ടുന്ന കർമ്മങ്ങളുടെ പാപം പ്രായശ്ചിത്തം കൊണ്ടും പശ്ചാത്താപം കൊണ്ടും കറയറ്റ ഭക്തി കൊണ്ടും ഭഗവത് കഥകളുടെ കീർത്തന ശ്രവണാദികൾ കൊണ്ടും നാമജപം കൊണ്ടും ഒരു പരിധി വരെ നമുക്ക് മോചനം ലഭിക്കാം, പാപമോചനം ലഭിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കലിയുഗത്തിൽ ഈ രീതിയിൽ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഭഗവാനെ സേവിച്ചാൽ മോക്ഷത്തിലേക്കുള്ള വഴി തുറന്നു തരുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ അധ്യായത്തിൽ കൂടുതലൊന്നും പറയാൻ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. വലിയൂർ തിരുമേനിയുടെ ശ്രാദ്ധത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ നവാഹ യജ്ഞത്തിൽ എനിക്ക് അവസരം തന്ന തിരുമേനിക്കും ഈ ചെറിയ ഒരു ഭാഷണം കേട്ടു നിന്ന എല്ലാ സജ്ജനങ്ങൾക്കും
എൻ്റെ നമസ്കാരം. നന്ദി. കായേന വാച മനസേന്ദ്രിയ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പതിവ് പോലെ ശ്രീവിദ്യ ഏറ്റെടുത്ത ജോലി തിരക്കിനിടയിലാണെങ്കിൽ പോലും ആ വൃത്രാസുര ചരിത്രത്തെ വേണ്ട പോലെ നമുക്ക് പറഞ്ഞു തന്നു. പോരാ, അതിൻ്റെ ഫലശ്രുതിയും എല്ലാം. വളരെയധികം സന്തോഷം. എന്തായാലും ഗുരുവായൂരപ്പൻ ഇനിയും ധാരാളം സത്സംഗങ്ങൾ വിദ്യക്ക് കൊടുക്കട്ടെ. പാട്ടുപാടാനും അതുപോലെ തന്നെ പാരായണം ചെയ്യുവാനും പ്രഭാഷണം ചെയ്യുവാനും ഒക്കെ ധാരാളം അവസരങ്ങൾ. അതിലൊക്കെ ഉപരി വേണ്ടത്, ഇന്ന് വിദ്യ കുറച്ച് അനാരോഗ്യത്തിലാണ്. ആ അനാരോഗ്യമൊക്കെ വേഗം മാറ്റി ആരോഗ്യവതിയാക്കിക്കൊണ്ട് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണേന്ന് ഈ അവസരത്തിൽ ഗുരുവായൂരപ്പനോട് ഭാഗവത കുടുംബം മുഴുവൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും അവസരങ്ങൾ ധാരാളം ഉണ്ടാവട്ടെ അമ്മയ്ക്ക്. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.